ഹലോ. അപ്പോൾ ഇന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ട് പൊതിച്ചോറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നും ഈ പലഹാരങ്ങൾ മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ എന്നും ചിക്കനും മട്ടനും അല്ലാതെ ഒരു നോമ്പുതുറ തന്നെയല്ല. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ കാരണം എന്താ വെച്ചാൽ സായിക്ക് പൊതിച്ചോറ് കഴിക്കാൻ കുറേ ആയി അവൻ എന്നോട് പറയുന്നു. അപ്പോൾ പൊതിച്ചോറ് അവന് വേണ്ടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ സാമ്പാർ, അവിയൽ, പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ കൊണ്ടാട്ട മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചമ്മന്തി, മീൻ പൊരിച്ചത്, ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ പൊതിച്ചോറുള്ളത്. മീനുള്ളതുകൊണ്ട് ഞാൻ മുട്ടെടുത്തില്ല, വിരുദ്ധാഹാരമല്ലേ. പിന്നെ ഞാൻ ഇതുവരെ പൊതിച്ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ വട്ടപ്പാത്രം ഉണ്ടല്ലോ, ചുറ്റും പാത്രം, അതിലാണ് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പൊതിച്ചോറ് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നല്ലാതെ കഴിച്ചു നോക്കിയിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതായിട്ട് എല്ലാവരും പറയണ പോലെ അത് നല്ല സ്മെല്ലാണ്, ആ ഒരു വാട്ടിയ ഇലൻ്റെ മണവും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കൂട്ടാൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം മെഴുക്ക് പുരട്ടിയും അങ്ങനെയുള്ള ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങി. ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷം ചോറെന്ന് പറഞ്ഞ സാധനം വീട്ടിൽ വെച്ചിട്ടേ ഇല്ല. നോമ്പ് തുറന്നാലും രാത്രി അത്താഴത്തിനും ഒക്കെ ഈ പലഹാരമായിരുന്നു. കഴിഞ്ഞ തവണ നോമ്പിന് ഞങ്ങൾ അത്താഴത്തിന് മാത്രം ചോറ് കഴിച്ചിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇപ്രാവശ്യം ചോറെന്ന് പറഞ്ഞ സാധനമേ കഴിച്ചിട്ടില്ല. അപ്പോൾ ചോറിന് ഭയങ്കര പൂതിയാണ്. ഇവിടെ സായി ബ്രെഡ് പൊരിക്കണം കേട്ടോ. അവന് ബ്രെഡ് പൊരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ആൺകുട്ടികളാന്ന് പറഞ്ഞൊന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല, അവരും ചെയ്യണ്ടേ, അവർക്കും അറിയണമല്ലോ എല്ലാതും. അതിൻ്റെ ഇടയിൽ ഞാൻ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പൊതിച്ചോറ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി വന്നത് സായി പൊതിച്ചോറ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ എന്ത് രസമാണ്, എന്തൊരു സ്മെല്ലാണെന്നറിയോ. കാണുമ്പോഴും നല്ല സ്മെല്ലായിരുന്നു, ആ ഒരു വാട്ടിയ ഇലൻ്റെ മണവും എല്ലാം. അങ്ങനെ ഞാനൊക്കെയും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ.